ഹലോ ഗെയ്സ്, നമ്മളിന്ന് പോകുന്നത് കണ്ടിച്ചാൽ മരാട്ടമനയിലാട്ടോ. മരാട്ടമനയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. മരാട്ടമനയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ചരിത്രങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ ചരിത്രങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളെന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവിടെയുള്ള കുടുംബക്ഷേത്രത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് പേർക്ക് കാര്യസാധ്യത നടന്നുകൊണ്ട് അവിടുത്തെ വഴിപാടായിട്ടുള്ള അപ്പം വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞ് കാര്യസാധ്യതയ്ക്ക് ശേഷം നമ്മൾ അപ്പം വഴിപാട് കഴിക്കാമെന്ന് പറഞ്ഞ് പോവുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കരുതിയ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ വഴിപാട് കഴിക്കുക. അങ്ങനത്താണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വഴിപാട്. ഇവിടുത്തെ പ്രതിഷ്ഠ ഗണപതിയാണ് കേട്ടോ. ഗണപതിക്കുള്ള ഉണ്ണിയപ്പമാണ് നമ്മളവിടെ വഴിപാടായിട്ട് നേരുന്നത്. ഇങ്ങനെ നമ്മൾ വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തോട്ട് പോകാം. നമ്മൾ അമ്പലത്തിൻ്റെ അവിടുത്തെ ഫസ്റ്റ് തന്നെ ആൽമരത്തിലെത്തിട്ടോ. അങ്ങനെ നമ്മൾ ആൽമരം കഴിഞ്ഞ് പോയാൽ ഇതാ കാണുന്ന മനയാണ് നമ്മുടെ മരാട്ടുമന. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടുണ്ടാവും ആളുകളുണ്ട് കേട്ടോ. പിന്നെ ക്ഷേത്രം ഉള്ളിലാണെങ്കിലും ഇവിടെ പുറത്ത് നിന്നാണ് തൊഴാൻ പറ്റുക കേട്ടോ. ക്ഷേത്രം അകത്താണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി തൊഴാൻ പറ്റില്ല. ആ ജനവാതിലിൻ്റെ അവിടെ നിന്നാൽ നമുക്ക് വിഗ്രഹം കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ട് നമ്മൾ തൊഴുന്നത് കേട്ടോ. ഇവിടെ തൊഴുതിന് ശേഷം നേരെ നമുക്ക് ശിവക്ഷേത്രം, ഇവിടെ തൊഴുതിന് ശേഷം ബാക്ക് സൈഡിലുള്ള ശിവക്ഷേത്രം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ അമ്പലക്കുളം. അമ്പലക്കുളം നമുക്ക് വിശദമായിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം. അതിനുശേഷം ഇവിടെ പോകുമ്പോൾ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇതാണ് ശിവക്ഷേത്രം വരുന്നത്. ഇവിടെയും തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ആൽമരം കൂടി പ്രദർശനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രദർശനം കഴിഞ്ഞു കേട്ടോ. ഇനി കുളവും മനയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പ്രസാദം വാങ്ങാൻ പോകണം കേട്ടോ. ഇതാണ് അമ്പലക്കുളവും മനയും ഒന്നിച്ച് കാണുമ്പോൾ ഈ കുളവും ഇല്ലം വീടുകളൊക്കെ അത് കാണുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സുഖം തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി പ്രസാദം വാങ്ങിക്കാൻ പോവാം കേട്ടോ. അങ്ങനെ പ്രസാദം വാങ്ങിട്ടോ. ഫോണ് കൈ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രസാദം വാങ്ങണമെന്നില്ല കേട്ടോ. ഇതാണ് കേട്ടോ അവിടുത്തെ പ്രസാദം ചന്ദനം പൂവല്ല കേട്ടോ. കൂട്ടത്തിൽ ശർക്കരയും തേങ്ങാപ്പൂളും ഉണ്ടാവും കേട്ടോ. ഗണപതി ഹോമം കഴിച്ചാൽ അതും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ തൊയലും പ്രസാദം വാങ്ങലൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരാൻ കേട്ടോ. അപ്പോൾ നമ്മളിനി വേറെ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.